നമസ്കാരം. വൈക്കോൽ കൂനയിൽ സൂചി തിരയുന്നത് പോലെ ദുഷ്കരം. സലീം ഡോളയെ തേടിയുള്ള യാത്രയെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. 1.5 വർഷം ഒരു മുറിക്കുള്ളിൽ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒളിവിൽ കഴിഞ്ഞ കൊടും കുറ്റവാളി. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വിശ്വസ്തൻ. ഒടുവിൽ ഒരു ചെറിയ ഓൺലൈൻ കൊറിയർ ഓർഡറിൻ്റെ രൂപത്തിൽ വിധി അയാളെ തേടിയെത്തി. 2023 മുംബൈയെ നടുക്കിയ വൻ മയക്കുമരുന്ന് വേട്ടയിലെ മുഖ്യ സൂത്രധാരൻ ഡൽഹിയിൽ വിമാനമിറങ്ങുമ്പോൾ അത് ഇന്ത്യൻ ഏജൻസികളുടെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൻ്റെ വിജയമാണ്. മുഹമ്മദ് സലീം ഡോളയെ തുർക്കിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിച്ചത്. മുംബൈയിലെ ഡോംഗ്രി സ്വദേശിയായ സലീം ഡോളയെ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം 2024 പുറപ്പെടുവിച്ച ഇന്റർപോൾ റെഡ് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് തുർക്കിയിൽ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ നിരവധി മയക്കുമരുന്ന് കടത്ത കേസുകളിൽ പ്രതിയായ ഇയാൾ വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഏറെക്കാലമായി ഇയാളെ പിടികൂടാനുള്ള നീക്കത്തിലായിരുന്നു. ഒടുവിൽ തുർക്കിയിൽ വെച്ച് പിടിയിലായ ഇയാളെ ഇന്ത്യക്ക് കൈമാറി. ഇയാളെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇയാൾക്ക് പറ്റിയൊരു ചെറിയ പിഴവാണ് ഇയാളെ കൊടുക്കുന്നത്. ഇന്ത്യൻ ഏജൻസികളെ ഭയന്ന് ഇസ്താംബൂളിലെത്തിയ ഡോള 1.5 വർഷത്തോളം തൻ്റെ മുറിക്ക് പുറത്തിറങ്ങിയിരുന്നില്ല. ആരോടും നേരിട്ട് സംസാരിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്തിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ ഒളിത്താവളത്തിൻ്റെ വിലാസത്തിലേക്ക് ഇയാൾ ഒരു കൊറിയർ ഓർഡർ ചെയ്തു. ഈ നീക്കം നിരീക്ഷിച്ച സുരക്ഷാ ഏജൻസികൾ ഇയാളുടെ കൃത്യമായ സ്ഥലം കണ്ടെത്തുകയും തുടർന്ന് അറസ്റ്റിലേക്ക് എത്തുകയുമായിരുന്നു. ഈ ഇടപാടിലൂടെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ ഇന്ത്യൻ ഏജൻസികൾക്ക് ഡോളയുടെ ഒളിത്താവളം കൃത്യമായി കണ്ടെത്താനും സാധിച്ചത്. തുടർന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇസ്താംബുൾ പോലീസിന് വിവരം നൽകുകയും അവർ നടത്തിയ റെയ്ഡിൽ ഇയാൾ പിടിയിലാവുകയുമായിരുന്നു. ചൊവ്വാഴ്ചയാണ് ഇയാളെ തുർക്കിയിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചത്. സലീം ഡോള താമസിച്ചിരുന്ന മുറിയിൽ നടത്തിയ പരിശോധനയിൽ 2 ഇന്ത്യൻ പാസ്പോർട്ടുകളും ഒരു ബൾഗേറിയൻ പാസ്പോർട്ടും കണ്ടെടുത്തു. ഹംസ എന്ന വ്യാജ പേരിലാണ് ഇയാൾ ബൾഗേറിയൻ പാസ്പോർട്ട് ഉപയോഗിച്ച് തുർക്കിയിൽ താമസിച്ചിരുന്നത്. ഈ ബൾഗേറിയൻ പാസ്പോർട്ട് യഥാർത്ഥമാണോ അതോ വ്യാജമാണോ എന്നും പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാഴാഴ്ച മുംബൈയിലെ കോടതി സലീം ഡോളയെ മെയ് 8 വരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മുംബൈ കോടതിയിൽ അന്വേഷണ ഏജൻസി നൽകിയ വിശദീകരണം ഇപ്രകാരമാണ്. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തുകാരനായിട്ടാണ് ഡോളയുടെ പേര് ഉയർന്നു വന്നിരിക്കുന്നത്. 2023 ജൂണിൽ തെക്കൻ മുംബൈയിൽ നിന്ന് വാണിജ്യ അളവിൽ പിടിച്ചെടുത്ത മെഫെഡ്രോൺ എന്ന മയക്കുമരുന്നിന്റെ പ്രധാന വിതരണക്കാരൻ ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുംബൈയിലെ ഡോംഗ്രിയിൽ വേരുകളുള്ള ഇയാൾ ദാവൂദ് ഇബ്രാഹിമിന്റെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളായിരുന്നു. മുംബൈയിലെ കോട്ടൺ ഗ്രീൻ മേഖലയിലാണ് സലീം ഡോള ജനിച്ചത്. 1980കളിൽ ഇയാൾ മുംബൈ അധോലോകത്തിന്റെ കേന്ദ്രമായ ഡോംഗ്രിയിലേക്ക് താമസം മാറി. അവിടെ ദാവൂദ് സംഘത്തിന്റെ താവളത്തിൽ വെച്ചാണ് ഇയാൾ ക്രിമിനൽ ലോകവുമായി അടുക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ മയക്കുമരുന്ന് സാമ്രാജ്യം നിയന്ത്രിച്ചിരുന്ന അന്താരാഷ്ട്ര ലഹരി മരുന്ന് വ്യാപാരി ഇക്ബാൽ മിർച്ചിയുടെ കീഴിലാണ് സലീം ഡോള തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. മിർച്ചിയുടെ വിശ്വസ്തനായി മാറിയ ഇയാൾ ലഹരി കടത്തിലെ സങ്കീർണമായ വഴികൾ പഠിച്ചെടുത്തു. 2013 ലണ്ടനിൽ വെച്ച് മിർച്ചി മരിച്ചതോടെ ഡി കമ്പനിയുടെ ആഗോള മയക്കുമരുന്ന് ഇടപാടുകളുടെ ചുമതല ദാവൂദ് സലീം ഡോളയെ ഏൽപ്പിച്ചതായിട്ടാണ് വിവരം. ചുരുങ്ങിയ കാലം കൊണ്ട് ദാവൂദിൻ്റെയും ഛോട്ടാ ഷക്കലിൻ്റെയും അടുത്ത അനുയായി ഇയാൾ മാറി. പക്ഷേ പിന്നീട് ഇയാൾ ദാവൂദ് സംഘവുമായി തെറ്റിയതായിട്ടാണ് വിവരം. 1998 40 കിലോ മാൻഡ്രാക്സ് മയക്കുമരുന്നുമായി മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഡോള ആദ്യമായി പിടിക്കപ്പെടുന്നത്. 2018 മുംബൈ വിമാനത്താവളത്തിന് സമീപം വെച്ച് 1000 കോടി രൂപയുടെ ഫെൻറ്റാനിൽ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ ഇയാൾ പ്രധാന പ്രതിയായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം 2018 തന്നെ ഇയാൾ ഇന്ത്യ വിട്ടു. മെക്സിക്കോയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും മയക്കുമരുന്ന് കാർട്ടലുകളുമായി ഡോളയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് വിവരം. ദുബായ്, തുർക്കി എന്നിവിടങ്ങളിലിരുന്ന് ഇയാൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്നുകളും എത്തിച്ചിരുന്നു. ആഗോള സിന്തറ്റിക് മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ നല്ലൊരു പങ്ക് സലീം ഡോള നിയന്ത്രിച്ചിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. 1-ലധികം രാജ്യങ്ങളിൽ ഇയാളുടെ കീഴിലുള്ള മാഫിയ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യൻ നഗരങ്ങളിലും ഇയാളുടെ ലഹരി ശൃംഖല ഇത്തരത്തിൽ വ്യാപിച്ചിട്ടുണ്ട്.